ഗൈസ് നമ്മളുടെ ജാനു അങ്ങനെ ചോറ് ഒറ്റയ്ക്ക് എടുക്കുകയാണ് ഗൈസ്. അതവിടെ പോയി പാത്രമൊക്കെ കഴുകി വന്നിട്ട് സ്വന്തമായിട്ട് പാത്രം കഴുകി വന്ന് ഗൈസ് ചോറ് എടുക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യണമെന്നൊക്കെ നോക്കാം. മതി ആ ചോറ് കളയാതെ സുഖമായിട്ട് എടുക്കുന്നു. മതി അടച്ച് വെച്ചിരിക്കുന്നു. കണ്ടോ എന്ത് നീറ്റായിട്ടാണ് ജാനു അതൊക്കെ ചെയ്യുന്നത് കണ്ടോ ഗൈസ്. ഗൈസ് നോക്കുന്നു. ഫ്രിഡ്ജ് തുറക്കുന്നു. എന്തോ സാധനം തുറന്നപ്പോൾ അത് താഴെ പോയി. പക്ഷെ അത് അവൾ എടുത്ത് വയ്ക്കുന്നു ഗൈസ്. കണ്ടോ ഗൈസ്. നോക്കി ഇവിടെ ഒന്നും കണ്ടില്ല ഗൈസ്. അത് നോക്കിയിട്ട് അത് അടയ്ക്കുവാണ് ഗൈസ്. ഒന്നും കിട്ടിയില്ല, ആൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ആൾ വീണ്ടും അത് പോയിട്ട് അവൾക്ക് വേണ്ട അതേ മോര് അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതെടുത്തിട്ട് നല്ല തൈര് ഉള്ള അത് ഇവിടെ എടുക്കുകയാണ്. നല്ല മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണെന്ന് തോന്നും. അവർക്ക് ഇഷ്ടപ്പെട്ടാണ്. രുചിച്ച് നോക്കിയിട്ട് നല്ല രസമുണ്ടെന്ന് ഗൈസ് പറയുന്നു. അങ്ങനെ അത് ഇവിടെ ഒഴിക്കുകയാണ് ഗൈസ്. ഗൈസ് ജാനു അങ്ങനെ ഒഴിക്കുകയാണ്. അവിടെ പാറും ചേച്ചിയൊക്കെ അവിടെ ഉണ്ട്. അതെ ഇഡ്ഡലി ചുടണ പോലെ തൈര് ഒഴിക്കണണ്ട. ഗൈസ് എല്ലാം ഒഴിച്ചു. ഇനി ചേട്ടൻ വരുമ്പോൾ ചേട്ടനൊന്നുമില്ല. ചേട്ടൻ വഴക്ക് പറയുമെന്നുള്ള അറിയില്ല ഗൈസ്. എന്തായാലും വഴക്ക് പറഞ്ഞാലും വഴക്ക് പറയില്ല. ഇത് ഞാൻ കഴിക്കുക എന്നുള്ളതാണ് ജാനു പറയുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ ഇത് ചേച്ചി കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയാണ് ഇതിൻ്റെ മാതൃകാപരമായ ഗേള്. ഗൈസ് ഇവിടെ നല്ല തോരനൊക്കെ ഉണ്ട്. അത് ഇഷ്ടപ്പെട്ട തോരനാണല്ലോ. മെഴുക്കുവരട്ടി ഉണ്ടല്ലോ. പപ്പടം ഉണ്ട് ഗൈസ്. പപ്പടം ഉണ്ട്. ചേച്ചി പറയുന്നു ദേ പപ്പടം ഇരിക്കുന്നു ഇതിനകത്തിരിക്കുന്നു ഗൈസ്. താഴെ കളയരുത് പപ്പടം ഗൈസ്. ചേച്ചിയെ സഹായിക്കുന്നു ഗൈസ്. അപ്പം ഇത്തിരി കോവയ്ക്ക ഇടട്ടെ ഗൈസ്. മേളിൽ കുറച്ച് കോവയ്ക്ക ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കോവയ്ക്ക അപ്പം ഇങ്ങനെ ചെറുള്ള കോവയ്ക്ക ജാനുവിന് നല്ല ഇഷ്ടമാണെന്നാണ് പറയണേ. ഇത് ഒരുപാട് എണ്ണ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും കുഴപ്പമില്ല ഗൈസ്. പപ്പടം കഴിച്ചാലും അല്ലേ. ഓക്കെ ഗൈസ്.